നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ബേസിക് ബിഗിനർ ലെവലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ കാണുന്നത് നമുക്കറിയാം, ഇത് അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഇതൊരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്, നിഫ്റ്റി 50യുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് 5 മിനിറ്റ്സിൻ്റെ. അപ്പോൾ ബിഗിനേഴ്സിന് ഒരു പക്ഷേ ആദ്യം വളരെയധികം ബുദ്ധിമുട്ട് തോന്നാവുന്നതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിങ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചാർട്ട് അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്. അതിലേറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ചാർട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാർട്ട് അനാലിസിസ് ചെയ്യുന്നത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മുതലാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത്. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്, അതാണ് നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം, നമ്മൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് അതിനകത്ത് ഒരുപാട് വിവരങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടുള്ള, ആ ഒരു മൂവ്മെൻറ്റിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് കൂടുതലും ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് തന്നെ കൂടുതൽ എക്സ്പെർട്ടുകളും യൂസ് ചെയ്യുന്നത്. എവിടെ നോക്കിയാൽ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടായിരിക്കും കൂടുതൽ കാണാൻ കഴിയുന്നത്. അനാലിസിസിന് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ളതും ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് തന്നെയാണ്. അതിനകത്ത് മറ്റ് ചാർട്ടുകളിൽ പലതിലും ഇൻഫർമേഷൻ ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നോയ്സും കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് എന്താണ് നടക്കുന്നത് എന്നുള്ളത് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. ഇതിൽ നമുക്കറിയാം, ഇതൊരു ബേസിക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഇതിപ്പോൾ 5 മിനിറ്റ് ആണ്, അതായത് ഓരോ ക്യാൻഡിലും 5 മിനിറ്റ്സിൻ്റെതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് 15 മിനിറ്റ്സ് ആക്കാം, അതുപോലെ തന്നെ 1 അവർ ആക്കാം, ഡെയിലി ചാർട്ടാക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഈ റൈറ്റ് സൈഡിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സൈഡിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസാണ്, റൈറ്റ് സൈഡിലോട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ ഉള്ളത് ഡേറ്റാണ്, സമയം അതിൻ്റെ ഡേറ്റാണ്. അപ്പോൾ ഇതിന് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് പ്ലോട്ട് ആവുന്നത്. റൈറ്റ് സൈഡിലെ പ്രൈസ് കൂടുന്നതനുസരിച്ച് മുകളിലേക്കും, അതുപോലെ തന്നെ സമയം കടന്നു പോകുന്നതനുസരിച്ച് വലത്തേക്കും പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഒരു ബേസിക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷനാണ്, എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. ഏറ്റവും ബേസിക്കായിട്ട് സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട്, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് പോകാതെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക്, ബിഗിനർ ലെവലായിട്ടുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതൊരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് പല നിറത്തിലും, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രീനും റെഡും ആണെങ്കിലും പല നിറത്തിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബ്ലാക്ക്, വൈറ്റ് ഉപയോഗിക്കാറുണ്ട്. കസ്റ്റമൈസ് ചെയ്തും പല സോഫ്റ്റ്വെയറിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലിപ്പോൾ ബ്ലാക്ക് ആണ്. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ളത്, ബ്ലാക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ ട്രഡീഷണലായിട്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ് അപ്പ് ക്യാൻഡിലിന് ഹോളോ ക്യാൻഡിൽ, അതായത് ഈ രണ്ടാമത്തെ ക്യാൻഡിൽ ആണ് ഹോളോ. ഈ ഒരു ക്യാൻഡിൽ ഹോളോ, അകത്ത് കളർ ഉണ്ടാവില്ല, കളർ ഫില്ല് ചെയ്തിരിക്കുന്നത് ഡൗൺ ക്യാൻഡിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻഡിലാണ് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത് പറയാം. നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഒരു രീതിയിലുള്ള ക്യാൻഡിലാണ് ഇതാണ് വളരെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. ഇതിലൊരു വ്യത്യാസമുള്ളത്, പ്രൈസ് ഇതിലിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡിൽ പ്ലോട്ട് ചെയ്താലും ലെഫ്റ്റ് സൈഡിൽ പ്ലോട്ട് ചെയ്താലും സെയിം തന്നെയാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇതും ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൻ്റെ എക്സാമ്പിളാണ്. ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ആദ്യം ഒരു ക്യാൻഡിൽ കാണുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എങ്ങനെ അനാലിസിസ് ചെയ്യും എന്നുള്ള കാര്യം ആദ്യം പറയാം. നമ്മൾ ആദ്യം ഒരു ക്യാൻഡിൽ കാണുമ്പോൾ അതിൻ്റെ കളറാണ് ആദ്യം നോക്കേണ്ടത്, കളർ ഓഫ് ദ ക്യാൻഡിൽ. അത് നോർമലി എല്ലാ പ്ലാറ്റ്ഫോമിലും, ആദ്യം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് കളർ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട്, സാധാരണ ഉള്ള ഒരു കാര്യം വെച്ചിട്ട് ഞാൻ പറയാം. സാധാരണ കളർ ഒന്നുകിൽ ഗ്രീൻ ആയിരിക്കും. ഗ്രീൻ നമുക്കറിയാം അപ്പ് ക്യാൻഡിലാണ്, മുകളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഗ്രീൻ വരുന്നത്. റെഡ് എന്ന് പറയുമ്പം താഴേക്കുള്ള ക്യാൻഡിലാണ്, താഴേക്ക് പോകുമ്പോഴത്തേക്കാണ് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുന്നത്. മിക്കവാറും ബ്രോക്കർമാർക്കും ഡീഫാൾട്ടായിട്ട്, ഇന്ത്യയിലുള്ള എല്ലാ ബ്രോക്കർമാർക്കും ഡീഫാൾട്ടായിട്ട് ഈ ഒരു ക്യാൻഡിലായിരിക്കും മിക്കവാറും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ക്യാൻഡിലിൻ്റെ കളറാണ്, റെഡാണോ ഗ്രീൻ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ടൈം ഫ്രെയിം, നമ്മൾ നേരത്തെ കണ്ടതുപോലെ, ഞാൻ മാറ്റിയതുപോലെ 5 മിനിറ്റും 15 മിനിറ്റും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈം ഫ്രെയിം ഏതാണ്. ഇപ്പോൾ 15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാൻഡിലും 15 മിനിറ്റിൻ്റെ ഇടവേളകളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഒരു ക്യാൻഡിലിലേക്ക് നോക്കുന്നതിന് മുമ്പ്
അറിയേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസ് അതൊരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ എന്തൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ആദ്യം തന്നെ ഗ്രീൻ ക്യാൻഡിലാന്ന് പറയുമ്പോൾ മുകളിലേക്ക് പോകുന്ന ക്യാൻഡിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓപ്പൺ താഴെയായിരിക്കും, എന്നിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഒരു ഗ്രീൻ എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി ഗ്രീൻ കളറിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് അതിൻ്റെ താഴത്തെ ബോഡി. ഇതാണ് ബോഡി എന്ന് പറയുന്നത്. ഈ ഒരു സ്ക്വയർ രൂപത്തിലുള്ള പോർഷനാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. അതിൻ്റെ ബോഡി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ് അതിൻ്റെ ഓപ്പൺ, എവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതാണ് അതിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത്, അതായത് ആ ഒരു ഇതിപ്പോൾ 15 മിനിറ്റ് ക്യാൻഡിലാണെന്ന് വിചാരിക്കുക, 15 മിനിറ്റ്സ് ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 15 മിനിറ്റ്, അതായത് ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു ടൈം ഫ്രെയിം നോക്കാം, 10 മണി മുതൽ 10:15 വരെ. ആ ഒരു ടൈം ഫ്രെയിമിലുള്ള ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും ഇതിൻ്റെ റെപ്രസെൻറ്റേഷനിൽ കാണിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ ക്ലോസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഉള്ള വ്യത്യാസമുള്ള 2 കാര്യങ്ങളുള്ളത് ഈ താഴേക്കുള്ള ഒരു ലൈനും മുകളിലേക്കുള്ള ഒരു ലൈനും. ഇതെന്താണ് എന്നുള്ളതാണ്. ഇതെന്ന് പറയുമ്പോൾ ആ 15 മിനിറ്റിൽ മാക്സിമം ആ ഒരു സ്റ്റോക്ക് പ്രൈസ് എവിടെ വരെ മൂവ് ചെയ്തു എന്നുള്ള ഇതാണ് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു ടൈം ഫ്രെയിമിൽ ആ സ്റ്റോക്ക് മെയ്ഡ് ചെയ്ത ഹൈയും അതുപോലെ മെയ്ഡ് ചെയ്ത ലോയും. ഹൈ എപ്പോഴും മുകളിലായിരിക്കും, ലോ എപ്പോഴും താഴെയായിരിക്കും. അപ്പോൾ അതിന് മാറ്റമില്ല. ബോഡിയുടെ കാര്യത്തിലാണ് കളറിൻ്റെയും അതുപോലെ തന്നെ മുകളിലേക്ക് ആണോ താഴേക്കാണോ പോകുന്നത് നോക്കുന്നത്. ഇതിൽ ഈ ഒരു ലൈനിന് അപ്പർ ഷാഡോ എന്നാണ് പറയുന്നത്, മുകളിലുള്ള ലൈനിന് താഴെയുള്ള ലോവർ ഷാഡോ. ഈ ഒരു മെയിൻ ബോഡിയെ നമ്മൾ ബോഡി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഒരു ഡൗൺ ക്യാൻഡിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ക്യാൻഡിൽ റെഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് അനുമാനിക്കാൻ പറ്റും ഓപ്പൺ ചെയ്തിരിക്കുന്ന മുകളിലാണ്. എന്നിട്ട് അത് താഴേക്ക് വരുമ്പോഴത്തേക്കാണ് റെഡ് ക്യാൻഡിൽ ഫോം ആകുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ബോഡിയുടെ എൻഡ് അവിടെയാണ് ക്ലോസ് അയക്കുന്നത്. ഇതും ഒരു 15 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു 15 മിനിറ്റിൽ ഇതിൻ്റെ ഹൈ ഫോം ആയിരിക്കുന്നത് ഇവിടെയാണ്, ലോ ഫോം ആയിരിക്കുന്നത് ഇവിടെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സീരീസ് ഓഫ് ടൈം ഫ്രെയിം. ഫോർ എക്സാമ്പിൾ ഈ ഓരോ ചാർട്ടും 15 മിനിറ്റ്സിന് റെപ്രസെൻറ്റ് ചെയ്യും. നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചാർട്ടും 15 മിനിറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. ആ ഒരു 15 മിനിറ്റിനെ ഓരോ ചാർട്ടും റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ക്യാൻഡിലും റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ക്യാൻഡിലിൻ്റെയും ആ ഒരു 15 മിനിറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനും ഓവറോൾ ട്രെൻഡ്, ഇതിപ്പോൾ ഓവറോൾ അപ്പ് ട്രെൻഡിൽ നിൽക്കുകയാണ്. കാരണം ഒരു സീരീസ് ഓഫ് ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെയാണ് അവസാനിച്ചിരിക്കുന്നത്. അതായത് കുറഞ്ഞ പ്രൈസിൽ തുടങ്ങിയിട്ട് കൂടിയ പ്രൈസിൽ അവസാനിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് നമുക്ക് ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്യാൻഡിൽ എടുക്കുക, ഈ ഒരു റെഡ് തൊട്ടുള്ള ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ലൈൻ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാത്തൊരു കാര്യം, ഇത്രയും വലിയൊരു താഴേക്കുള്ള വോളറ്റിലിറ്റി ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മറ്റേതെങ്കിലും ചാർട്ടാണ് നമുക്ക് ഉപയോഗിക്കുന്നതിൽ. പക്ഷേ ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൽ ഈ ഒരു വോളറ്റിലിറ്റി നമുക്ക് അത് മനസ്സിലാക്കാം. വേണമെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതേ ഒരു ലെവലിൽ തന്നെ രണ്ടാമതും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല രണ്ടാമതാണ്. അപ്പോൾ അത് ഒരു അപ് ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ സിഗ്നലാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന സിഗ്നലാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൽ അനാലിസിസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൻ്റെ ഒരു പ്രത്യേകതകൾ. ദോഷവശം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ദോഷവശവും ഗുണവശവും ഉണ്ടാവുമല്ലോ. ഇതൊരു മൊത്തത്തിലൊരു നോയ്സ് കൂടുതലാണ്. നമുക്കൊരു ക്ലിയർ ആയിട്ട് ഇവിടെ തുടങ്ങി നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കതിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പിക്ചർ കിട്ടും. പക്ഷേ ഇത് എന്ന് പറയുമ്പോൾ ഒരുപാട് നോയ്സ് ഉണ്ടാവും അതിനിടയ്ക്ക്. ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. പക്ഷേ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ശരിക്കും അങ്ങനെയാണ്. നമുക്ക് ശരിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൻ്റെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പല സ്റ്റഡീസും, ഫോർ എക്സാമ്പിൾ ഇൻഡിക്കേറ്റേഴ്സും മറ്റു കാര്യങ്ങളും, ചാർട്ട് പാറ്റേൺസ് ഉണ്ട്.
നമുക്ക് പലപ്പോഴും ചാർട്ട് പാറ്റേൺസ് ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് പാറ്റേൺസ് പലപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടൊരു ഇൻഡിക്കേറ്ററായിട്ട് കണക്കാക്കാറുണ്ട്. അപ്പോൾ ഈ ചാർട്ട് പാറ്റേൺസൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൻ്റെ ഒരു ബേസിക് ഐഡിയ നോളജ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് കടന്ന് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ട്രേഡിങ് ചെയ്യുന്നവരും ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് എന്താണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഉദ്ദേശത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് അതിനെ വോള്യൂമായിട്ട് എങ്ങനെ താരതമ്യപ്പെടുത്താം, മറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതായത് RSI പോലെയുള്ള ATP പോലെയുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ ചാർട്ടിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോസ് വരുന്ന ഒരു സീരീസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് അറിയാത്തവർക്ക്, പുതുതായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഗുണകരമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഞാനൊരു ചാർട്ട് കൂടി കാണിച്ചു. ഈ ഒരു ചാർട്ട് ഇതിനൊരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ചാർട്ടിനും ഈ ഒരു ലൈനില്ല, മുകളിലേക്കും താഴേക്കുള്ള ഇതുപോലത്തെ ഒരു ലൈനില്ല. ഈ ലൈനില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതൊരു 15 മിനിറ്റ്സ് ചാർട്ടാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തത് ഇവിടെ തന്നെയാണ്, ക്ലോസ് ചെയ്തത് ഇവിടെ തന്നെയാണ്. ഇതിന് മുകളിലേക്ക് ചാർട്ട് ആ ഒരു 15 ടൈം ഫ്രെയിമിലും എങ്ങനെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടില്ല എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ചാർട്ട് പാറ്റേൺസ് വളരെ അപൂർവമായിരിക്കും, പക്ഷേ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിലും നമുക്ക് ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് വരാം എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വളരെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ജപ്പാൻ ആണ് ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്, ജപ്പാനിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള യൂസസ് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ട്രേഡിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ശരി, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോകൾ റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ശരി.